ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ്, അതായത് 2025 ഏകദേശം 1-2 മാസം കഴിയുമ്പോൾ അത് പാകിസ്ഥാനിലാണ് വെന്യൂ. ലോകകപ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണ് ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളും, ക്രിക്കറ്റ് രാജ്യങ്ങളും അതിൽ മത്സരിക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു. ഇന്ത്യൻ ടീം പാകിസ്ഥാനിൽ പോയി മത്സരിക്കാൻ തയ്യാറല്ല. പകരം ഒരു ഹൈബ്രിഡായിട്ട്, അതായത് ന്യൂട്രലായിട്ട് ഒരു രാജ്യത്ത് അത് നടത്തി ഇന്ത്യ ഗവൺമെൻറ് സജസ്റ്റ് ചെയ്യുന്നത് അത് UAE വെച്ച് നടത്തുകയാണ് ഏറ്റവും നല്ലത്. ചിലപ്പം ശ്രീലങ്കയിൽ സംഭവിക്കാം. അപ്പോൾ ശ്രീലങ്കയിൽ അത്രമാത്രം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് സംശയം. പക്ഷേ UAE അത് സംഘടിപ്പിക്കാൻ സാധിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇന്ത്യയിൽ വാർത്ത വരുന്നുണ്ട്, പല മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലൊരു ബിസിനസ് ലോബി ചില സോ കോൾഡ് ഇൻ്റലക്ച്വൽസുമായിട്ട് ചേർന്ന് വലിയ ക്യാമ്പയിൻ നടത്തുന്നത് എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിന് പാകിസ്ഥാനിൽ പോയി കളിച്ചുകൂടാ, ഇത് സ്പോർട്സാണ്, പൊളിറ്റിക്സ് അല്ല, ഡിപ്ലോമസിയായി മാറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ട് ഒരു ഭാഗത്ത്. പക്ഷേ എൻ്റെ ഒരു അനാലിസിസും ഞാൻ മുൻപ് കാണുന്നത്, എല്ലാ രീതിയിലും ഇന്ത്യ ഗവൺമെൻറ് പാകിസ്ഥാനുമായിട്ട്, അതായത് നേരത്തെ വാജ്പേയി ഇരുന്ന സമയത്ത് ക്രിക്കറ്റ് ഡിപ്ലോമസി നിങ്ങൾക്കറിയാം, ചണ്ഡീഗഡിൽ വെച്ച് മത്സരം ഉണ്ടാകുന്നു. പാകിസ്ഥാൻ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന പർവേസ് മുഷറാഫ് വരുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന വാജ്പേയി അവിടെ പോകുന്നു. പിന്നെ ബസ് ഡിപ്ലോമസി ആഗ്രയിൽ വെച്ച് എല്ലാ രീതിയിലും ട്രൈ ചെയ്തു. പക്ഷെ ഒരു കാരണവശാലും പാകിസ്ഥാൻ ഗവൺമെൻറ്റും അവിടെ ഭരിക്കുന്ന മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയും ഇന്ത്യയുമായിട്ട് ഒരു കാരണവശാലും പല തലങ്ങളിലും യോജിച്ച് പോകുവാൻ തയ്യാറില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, അടുത്ത സമയത്താണ് ശ്രീലങ്കൻ ടീം അവരുടെ പര്യടനം ഇടയ്ക്ക് വെച്ച് തിരിച്ചു. കാരണം സെക്യൂരിറ്റി ഇഷ്യൂ, അവിടെ ഭയങ്കര ഫയറിംഗ് ഉണ്ടാകുന്നു, ബസ്സേ ഫയറിംഗ് ഉണ്ടാകുന്നു. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് 4-5 പീസുകളാകാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഷിയ സുന്നി അടി, നിങ്ങൾക്കറിയാം ഏകദേശം 150 പേരാണ് കൊല്ലപ്പെട്ടത്. റോഡിൽ കൂടെ പോകുന്നു, ഷിയ അവരെ വെടിവെക്കുന്നു, സുന്നി തിരിച്ചു വരുന്നു, അവരെ വെടിവെക്കുന്നു. എന്താ കാര്യം എന്നുള്ള കാര്യം സത്യം പറയാം, എന്താ ഈ 2 ഗ്രൂപ്പ് എന്നുള്ള അടിയെ പറ്റി ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തിനു വേണ്ടി അടിക്കുന്നത്? അതായത് സാധാരണക്കാരൻ, ഒരു സിവിലിയൻ ആണെങ്കിലും അവർക്ക് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ലോ ആൻഡ് ഓർഡർ മാത്രമല്ല, അതായത് പൂർണ്ണമായിട്ടും ഏത് രീതിയിലുള്ള സ്റ്റേറ്റ് ആണെന്ന് അവിടുത്തെ പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും അവിടെ ഭരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും അതിനെപ്പറ്റി അവർക്ക് പോലും അറിയത്തില്ല. എന്തും അവിടെ സംഭവിക്കാം ഏത് സമയത്തും. ആ രീതിയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു നേഷൻ, അതിൻ്റെ ഭരണകർത്താക്കൾക്കും അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും ഇപ്പോഴും ആ രാജ്യത്തെ പ്രശ്നങ്ങൾ തീർക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ഇന്ത്യൻ ഇഷ്യൂ, അതായത് കാശ്മീർ ഇഷ്യൂവിൽ ഇടപെടുക, ഇന്ത്യയിൽ ബോംബ് പൊട്ടിക്കുക, ഇന്ത്യൻ സൈനികരെ ഫയർ ചെയ്യുക. അപ്പം എല്ലാ സമാധാന ശ്രമങ്ങളും ഇന്ത്യ നടത്തിയപ്പോഴും അതിനെ പൂർണ്ണമായിട്ടും ഡീറെയിൽ ചെയ്ത്, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ബോഡിയിലും ഫോറത്തിലും ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന ഒരേ ഒരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ. അപ്പോൾ ഞാൻ ഈ പാകിസ്ഥാനെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാം. ബംഗ്ലാദേശ്, നിങ്ങൾക്കറിയാം എന്താണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. ഏകദേശം 40ഓളം ബംഗ്ലാദേശി ക്രിക്കറ്റ് പ്ലെയേഴ്സ് ഇന്ത്യയിലെ കൽക്കട്ടയാണെങ്കിലും ബോംബെയിലാണെങ്കിലും ഡൽഹിയിലും അവർ സ്ഥിരം ഇന്ത്യയിൽ താമസിക്കുന്ന IPL ലീഗിന് കളിക്കാൻ വേണ്ടി. അപ്പോൾ ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാച്ചിന് വേണ്ടി മാത്രമേ അവർ പോവുകയുള്ളൂ. കാരണം ഇന്ത്യ ഗവൺമെൻറ് അവർക്ക് വിസ കൊടുത്തിരിക്കും. കാരണം IPL ഇവർ കളിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവരവിടെ തിരിച്ചു പോകാത്തത്? കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇതേപോലെ ജീവിക്കാനും ലൈഫ് സ്റ്റൈലും പട്ടിണിയും ഒക്കെ അവിടെ ചെന്ന് 5 പൈസ കിട്ടത്തില്ല. ഈ ബംഗ്ലാദേശി പ്ലെയേഴ്സിന് അവിടെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, അവിടെ മൈനോറിറ്റി ആയ ഹിന്ദുക്കൾക്ക് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഈ ബംഗ്ലാദേശി പ്ലെയേഴ്സിനെയും ഇന്ത്യ ഗവൺമെൻറ് എത്രയും വേഗം തിരിച്ചയക്കണം. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് കൂടിയാണ്. കാരണം അവരെന്തിനാണ് ഇന്ത്യ ജീവിക്കുന്നത്? ഇപ്പോൾ ഇവർ വലിയ ലൈഫ് സ്റ്റൈലായിട്ട് ഇവിടെ വലിയ വീടുകളൊക്കെ വാടകയ്ക്കെടുത്ത് വലിയ പോഷായിട്ടാണ് ജീവിക്കുക. കാരണം IPL ഇല്ലാത്തവർ നല്ലപോലെ പണം കിട്ടും. 40-ലധികം പേരുകളുണ്ട്. 40-ലും അവിടെയുള്ള പ്ലെയേഴ്സ് ഇന്ത്യയിലാണ് താമസിക്കുന്നത്. സ്വന്തം രാജ്യത്ത് അവർക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം അവർക്ക് പോകാൻ താല്പര്യമില്ല. അപ്പം എന്നാൽ തിരിച്ചു വരാം പാകിസ്ഥാനുമായിട്ടുള്ള ഇഷ്യൂ. ഇപ്പോൾ ഇന്ത്യ ഏകദേശം 40ഓളം
ഇന്ത്യയിൽ വന്ന് അക്രമം ചെയ്ത് വെടിവെപ്പും പ്രശ്നവും ബോംബ് സ്ഫോടനം നടത്തിയവർ 40-ലധികം പേര് ഇന്നും പാകിസ്ഥാനിൽ അവിടുത്തെ ഗവൺമെൻറ് സെക്യൂരിറ്റി കൊടുത്ത് താമസിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് പകുതിയോളം പേര് യുണൈറ്റഡ് നേഷനും മറ്റുള്ള ലോകരാജ്യങ്ങളും ടെററിസ്റ്റുകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ വളരെ കൃത്യമായിട്ടാണ് ഡോസിയർ കൊടുത്ത ആ രാജ്യത്തിന്. ഇവരുടെ ഇൻവോൾവ്മെൻ്റ് എന്താണ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഗ്ലോബലായിട്ട് അന്വേഷിച്ച് കറക്റ്റായിട്ട് ഡോസിയർ കൊടുത്ത് ഇവരവിടെ താമസിക്കുന്ന അവർക്ക് ആരാ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, ഇവരെ ഇന്ത്യയിൽ തരണം, ഇവിടെ പ്രോസിക്യൂട്ട് ചെയ്യണം. ഇന്ന് വരെ പാകിസ്ഥാൻ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അവരാവശ്യപ്പെടുന്ന ഇന്ത്യൻ ടീം അവിടെ വന്ന് കളിക്കണം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാം. ICC, അത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് അസോസിയേഷൻ ഈ പറയുന്ന സംഘടന, അതിൻ്റെ 90% റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അതായത് ഇന്ത്യക്കാരായ ഓഡിയൻസ്, ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്കാരായ വിദേശത്തും ലോകത്തെ പലയിടത്തും താമസിച്ച് അവിടെ നിന്നാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. അത് ഹ്യൂജായിട്ടുള്ള 90% റവന്യൂ. ഇനി പാകിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ കാര്യം പറയാം. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പാകിസ്ഥാനിൽ നടന്നില്ല എങ്കിൽ കൃത്യമായിട്ടങ്ങ് പറയാം, പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പിരിച്ചുവിടേണ്ടി വരും. അവരുടെ പണമില്ല, പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും? ഇതാണ് ഐസൊലേറ്റ് ചെയ്യുന്ന എല്ലാ തലത്തിലും. അവർക്ക് ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടത്താനും ഇന്ത്യയിൽ ആൻറ്റി സോഷ്യൽ എലമെൻ്റ് നടത്താനും ഗ്ലോബലായിട്ട് ഇന്ത്യയെ താറടിക്കാനും അവർ ശ്രമിക്കുമ്പോൾ, ഇന്ത്യ ഗവൺമെൻറ് ഒരു ശക്തമായ രാഷ്ട്രമാണ്, ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ എല്ലാവർക്കും ഒരേ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഇവിടെ 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 സാമ്പത്തിക പുരോഗതിയുണ്ട്, ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറുണ്ട്. ഇവിടുത്തെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അതിൻ്റെ ബജറ്റ് മാത്രമേ ഉള്ളൂ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ കംപ്ലീറ്റ് രാജ്യത്തിന്. ഇന്ത്യയിലെ ഏറ്റവും സ്റ്റേറ്റായ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബജറ്റിന് താഴെയാണ് എൻ്റയർ പാകിസ്ഥാൻ. ആലോചിച്ച് നോക്കുക. നമ്മളെന്താണ് ഈ രാജ്യം പറയുന്നതും ഇപ്പോൾ അവർ ഭ്രഷ്ട് കൽപ്പിച്ചാൽ നമ്മളെന്താ അവരുടെ പുറകെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരു കാരണവശാലും ഇന്ത്യയുമായിട്ട് യോജിച്ച് പോകാൻ അവർക്ക് തയ്യാറില്ല. പിന്നെ ഇന്ത്യയിൽ നടക്കുന്നൊരു സംഭവമുണ്ട്. കാരണം ഇതിൻ്റെ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ടെലിവിഷൻ റൈറ്റ്, ഇൻ്റർനാഷണൽ റൈറ്റ്, സ്റ്റാർ സ്പോർട്സ്, അപ്പോൾ അത് വെച്ചിരിക്കുന്ന മുകേഷ് അംബാനി അത് വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അവർ വലിയൊരു ലോബിയെ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാനിൽ പോയി കളിക്കണം. കാരണം അവിടെ ക്രൗഡ് വരും. കാരണം പാകിസ്ഥാൻ ക്രൗഡ് ഇന്ത്യൻ ക്രൗഡ് വന്ന് കഴിയുമ്പം ഇതിനൊരു ഇൻ്റർനാഷണലായിട്ട് ഭയങ്കര വ്യൂവർഷിപ്പ് കയറി വരും. അതവരുടെ ബിസിനസ് ലക്ഷ്യമാണ്. ഇതിനകത്ത് ഇന്ത്യക്ക് ഇവരുമായിട്ട് നേരത്തെ ന്യൂയോർക്കിൽ കളിച്ചിരുന്നു. അതൊക്കെ നടക്കട്ടെ. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാനിൽ പോയി കളിക്കുമ്പോൾ, കാരണം ഞാനിത് കണ്ടിട്ടുണ്ട് ഈ സംഭവം, ഇന്ത്യയിൽ നിന്നും വലിയൊരു ക്രൗഡ് പാകിസ്ഥാനിൽ പോകാറുണ്ട് കളി കാണാൻ. കാരണം ചണ്ഡീഗഡ്, ഡൽഹി, ആ ബോർഡർ സൈഡിൽ നിന്ന് മുഴുവനും, കാരണം പാകിസ്ഥാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കും മത്സരം കാണാൻ വരാൻ. കാരണം ഇന്ത്യൻ ക്രൗഡ് പോവുകയും ചെയ്യും. അവർ ശരിക്കും അവിടെ സ്പെൻഡ് ചെയ്യുക, എക്കോണമി ബൂം ചെയ്യും. ഇപ്പം നമ്മൾ ആലോചിക്കും, ഇത്രയും ക്രൗഡ് അവിടെ പോകുന്ന പ്ലെയേഴ്സിൻ്റെ മാത്രം കാര്യമല്ല. ഈ ക്രൗഡ് അവിടെ പോയി കഴിയുമ്പം അവരുടെ സെക്യൂരിറ്റി ആര് കൺസേൺഡാണ്? ആ സ്റ്റേറ്റിൻ്റെ സെക്യൂരിറ്റി അവർക്ക് സ്വന്തം, അവരുടെ പട്ടാളത്തിനും അവരുടെ ആശുപത്രിയാണെങ്കിലും വളരെ സെൻസിറ്റീവ് ഏരിയയിലാണെങ്കിലും സെക്യൂർ ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഏജൻസികൾക്ക് കഴിയുന്നില്ല. ഞാനിത് തമാശയായിട്ട് പറയല്ല. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്ത് ഇന്ത്യക്കാരായ ഇത്ര പ്രേക്ഷകരും ഇന്ത്യൻ കളിക്കാരും അവിടെ പോയി കളിക്കുമ്പോൾ എന്ത് ഗ്യാരണ്ടി അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ഇതൊരു ഹൈബ്രിഡ് ആയിട്ടുള്ള രാജ്യത്ത് നടത്തുകയാണ് ഏറ്റവും നല്ലത്. ഇതേപോലെ തന്നെ ഓസ്ട്രേലിയയും മറ്റുള്ള രാജ്യങ്ങളും പറഞ്ഞ് ഇന്ത്യ ഇല്ലെങ്കിൽ ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ സംഭവം തന്നെ ഇത് ഏകദേശം 80-60% ഓഡിയൻസ് തന്നെ ഇല്ലാതായിപ്പോൾ. അതാണിന്ന് ലോക ക്രിക്കറ്റിൽ ഇന്ത്യയുടെ കേപ്പബിലിറ്റി എന്ന് പറയുക. അത്രമാത്രം ഡോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് സാമ്പത്തികമായിട്ടും ഓഡിയൻസ് വ്യൂവർഷിപ്പ് ആണെങ്കിലും. ഇന്ത്യയുടെ കയ്യിലാണ് ഈ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത്. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന റോക്ക് സ്റ്റേറ്റ്, അപ്പോൾ അവരുടെ ഡിമാൻഡുകൾ അവരെ പൂർണ്ണമായിട്ട് ഈ കാര്യത്തിൽ ഒറ്റപ്പെടുത്തണം. അതേപോലെ നല്ലൊരു സാഹചര്യം കിട്ടിയിരിക്കുകയാണ് ബംഗ്ലാദേശിനെ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടി. കാരണം ഈ ഒരു സാഹചര്യം ഇവിടുത്തെ മുകേഷ് അംബാനിക്കും പണക്കാർക്കും വേണ്ടി, ടെലിവിഷൻ റൈറ്റ്സിനും വേണ്ടി ഒരു കാരണവശാലും നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാകരുത്. ഇന്ത്യ ഒരു പവർഫുൾ നേഷനാണ്. നമ്മൾ പവർഫുള്ളായിട്ട് വളരുകയാണ്. ഒരു കാരണവശാലും ഇവരുടെ മുമ്പിൽ സറണ്ടർ ചെയ്യരുത്.
എന്തൊക്കെ ഇൻ്റലക്ച്വൽസ് പറഞ്ഞാലും ആർട്ടിക്കിൾ എഴുതിയാലും സ്പോർട്സ് മണ്ണാങ്കട്ട് എന്ത് പറഞ്ഞാൽ തന്നെ ഇന്ത്യ ഒരു സ്റ്റാൻഡ് എടുക്കണം. ഇന്ത്യ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ക്രിക്കറ്റ് മത്സരം പോകുവാൻ തയ്യാറല്ല. അതോടുകൂടി ഇതിനൊരു സംഭവത്തിന് ഒരു ഉത്തരം ഗ്ലോബലായിട്ട് കിട്ടും.